ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്ന്. ഏശയ്യാ പ്രവചനം 49-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പെറ്റമ്മ പുത്രനോട് കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. നിസ്സാര കാര്യങ്ങളുടെ പേരിലും ചെറുതും വലുതുമായ തെറ്റിദ്ധാരണകളുടെ പേരിലും നമ്മൾ ജീവിതത്തിൽ നിന്ന് പലരെയും മാറ്റി നിർത്തുകയോ അവഗണിക്കുകയോ എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കുകയോ ചെയ്യാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, അമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും ദൈവം നമ്മളെ അവഗണിക്കുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന്. വീണ്ടും ഹെബ്രായർ 13:5-6 വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ ഒരു വിധത്തിൽ അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയില്ല. ഏത് വിധേനയായാലും, എന്തെല്ലാം കുറവുണ്ടെങ്കിലും, എത്ര വലിയ പാപിയായിരുന്നാലും ദൈവം നമുക്ക് തുറന്നിട്ടിരിക്കുന്ന അനുതാപത്തിൻ്റെ വാതിലിലൂടെ മനസ്തപിച്ച് പശ്ചാത്തപിച്ച് പരിഹാരം ചെയ്ത് നമുക്ക് കടന്നു വരാൻ ഇതാ ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ആഗമന കാലം. ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഈ നോയമ്പ് കാലങ്ങളിൽ ഈ 25 ദിവസം ദൈവത്തോടു കൂടെ ആയിരിക്കുവാൻ, ആത്മശോധന ചെയ്യാൻ, നമ്മളെ തന്നെ വെട്ടിയൊരുക്കുവാൻ, വിശുദ്ധിയിൽ നിലനിൽക്കാൻ, കൂദാശകളുടെ ചൈതന്യത്തിലും പ്രാർത്ഥനാ ചൈതന്യത്തിലും ജീവിക്കാനുള്ള ഒരു അവസരം. ഒരു സഹോദരൻ എന്നോട് ഇന്ന് പറയുകയുണ്ടായി, കുർബാനയ്ക്ക് പങ്കെടുക്കുന്നത് കുറേ നാളായിട്ട് മുടങ്ങിയിരിക്കുകയായിരുന്നു. അപ്പോൾ വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചു, അങ്ങനെ അത് ആരംഭിച്ചുവെന്ന്. അപ്പോൾ എന്തൊരു സന്തോഷം, സമാധാനം എന്ന് പറയുകയായിരുന്നു. വീണ്ടും മത്തായി സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ 16-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. ഒരു വലിയ പ്രകാശം, ഇതിനേക്കാൾ വലിയ ദിവ്യതേജസ് ലോകത്തിൽ വേറെയില്ല. ആ ദിവ്യതേജസ്സിന് വഴിയൊരുക്കുവാൻ ഒരു വെള്ളി നക്ഷത്രം, ഒരു വാൽ നക്ഷത്രം ഇതാ വഴിയൊരുക്കുകയാണ്. ഇതാ രക്ഷകനായ യേശുവിനെ സ്വീകരിക്കാൻ ഞാനും നിങ്ങൾ ഒരുങ്ങുമ്പോൾ മരണത്തിൻ്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു എന്നാണ് ഈ രക്ഷകനെക്കുറിച്ച് പറയുന്നത്. യോഹന്നാൻ 3:17 കാണുന്നു, ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. എല്ലാവരും അന്വേഷിക്കുന്ന ഒരു കാര്യമാണ്, രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം, രക്ഷയുണ്ടാന്ന് ചോദിക്കും. അപ്പം മനുഷ്യവംശത്തെ, നമ്മളെ ഒരിക്കലും എഴുതിത്തള്ളാത്ത ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ പേരാണ് എന്ത്? ക്രിസ്തുമസ്. ക്രിസ്തുവിൻ്റെ ബലിയർപ്പണം. ദൈവം മനുഷ്യനായിട്ട് ഭൂമിയിൽ അവതരിച്ചു. തെറ്റ് ചെയ്ത് എന്നേക്കുമായുള്ള ആ നാശത്തിൻ്റെ വഴിയെ പോയ മനുഷ്യകുലത്തെ വീണ്ടെടുക്കുവാൻ ദൈവം രക്ഷയുടെ വാഗ്ദാനമായി ആ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. അപ്പോൾ നമ്മൾ ഒരിക്കലും കൈവിടാത്ത ഒരു ദൈവമുണ്ടെന്നുള്ള ആ സന്ദേശമാണ് ഈ ആഗമന കാലത്തിലൂടെ ക്രിസ്മസിലേക്ക് കടന്നു വരുന്ന ഓരോരുത്തർക്കും ക്രിസ്മസ് നൽകുന്നത്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.